നമസ്കാരം. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന CPIMന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അത് ഒരു സന്ദേശം തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സഖാവ് സീതാറാം യെച്ചൂരി. രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിക്കാമെങ്കിൽ സീതാറാം യെച്ചൂരിക്ക് തീർച്ചയായും കേരളത്തിൽ മത്സരിക്കാം. രാഹുൽ ഗാന്ധി പക്ഷേ കൊടുക്കുന്നത് തെറ്റായൊരു സന്ദേശമാണ്. രാഹുൽ ഗാന്ധി കൊടുക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള CBIക്കെതിരെ മത്സരിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വലിയ രീതിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ശരിക്കുമുള്ള തട്ടകം അമേത്തിയാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കുക. BJPക്കെതിരെ മത്സരിക്കുക എന്നുള്ള സന്ദേശമാണ് രാഹുൽ ഗാന്ധി കൊടുക്കേണ്ടത് ദേശീയ തലത്തിൽ. പക്ഷേ അതല്ല കൊടുക്കുന്നത്. വെറും പാർലമെന്റ് മോഹം മാത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെങ്കിൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കട്ടെ. വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പക്ഷേ വളരെയധികം രാഷ്ട്രീയ നേതാവിൻ്റെ പക്വത എല്ലാം ത്യജിച്ചുകൊണ്ട് ഒരു സാധാ ലോക്കൽ നേതാവായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണവുമല്ല. സീതാറാം യെച്ചൂരി കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ ക്ലിയറാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. കോൺഗ്രസ് ഇവിടെ മത്സരിക്കേണ്ടതെന്നൊന്നും ഇടതുപക്ഷം പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതെന്ന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറി 4,30,000 ചില്ലാന വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വിജയിച്ചു. ഇക്കുറി അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ചധികം ഭൂരിപക്ഷത്തോടെ ജയിക്കാം എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തെറ്റായ സന്ദേശത്തിലൂടെ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? കേരളത്തിൽ നിന്നാൽ മാത്രമേ തനിക്കൊരു രാഷ്ട്രീയ ഭാവി ഉള്ളൂ എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധി പറയുന്നു. അമേഠിയിലോ അല്ലെങ്കിൽ റായ്ബറേലിയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മറ്റേതെങ്കിലും സീറ്റുകളിലോ നിന്നാൽ 8 നിലയിൽ പൊട്ടും എന്ന സന്ദേശമല്ലേ കോൺഗ്രസ്സുകാർക്ക് മൊത്തത്തിൽ ദേശീയ തലത്തിൽ കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പോലും വിശ്വാസമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ മത്സരിക്കുക? മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കരുത്ത് പകരുന്നത്? ഈ ഭാരത് ജോഡോ യാത്ര ഈ പറയുന്ന കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കശ്മീർ വരെ പോകുമ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന മണിപ്പൂർ മുതൽ മുംബൈ വരെ 2ാം യാത്ര നടത്തുമ്പോഴും ആ യാത്ര കൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ്? 1ാം ഭാരത് ജോഡോ യാത്രയിലൂടെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞോ? ഇല്ല. 2ാം ഭാരത് ജോഡോ യാത്ര ഇനിയിപ്പോൾ നടത്താൻ പോകുമ്പോൾ, അത് ലോക്സഭയ്ക്ക് മുന്നോടിയായി നടത്തുമ്പോൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ പറയുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ അവർക്കെതിരെയോ അല്ലെങ്കിൽ ഐക്യജനതാദളിനെതിരെയോ RJDക്കെതിരെയോ അല്ലല്ലോ കോൺഗ്രസ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ വന്നു നിന്ന് രാഹുൽ ഗാന്ധി ഇടതുമുന്നണിക്കെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള രീതിയെ കൃത്യമായി രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് നന്നായി കഴിയും. അത് രാജ്യത്തുടനീളം ചർച്ചയാകും. അത് രാഷ്ട്രീയപരമായി ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും തിരിച്ചടി നൽകുന്നത്. എന്നാൽ സീതാറാം യെച്ചൂരി കേരളത്തിൽ നിന്ന് മത്സരിച്ചാൽ അത് ഇന്ത്യ മുന്നണിക്ക് കരുത്താണ് പകരുന്നത് എന്ന് മാത്രമല്ല, അത് പക്വതയാർന്ന തീരുമാനമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.